പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളെ മുൻനിർത്തി നിർണായക പ്രതികരണവുമായി മുൻ US അംബാസിഡർ രംഗത്ത്. ഏതൊരു യുദ്ധമാണ് എങ്കിൽ പോലും ആ യുദ്ധത്തിൽ വിജയം അവകാശപ്പെടാൻ ട്രംപിന് ഒരു കാരണം വേണം. ഇറാന് മുൻപിൽ US വിട്ടുവീഴ്ച ചെയ്തേക്കാം എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഇദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. കുവൈറ്റിലും അവിടെ ഇറാഖിലും മുൻ US അംബാസിഡറായി ജോലി അനുഷ്ഠിച്ചിരുന്ന ഡഗ്ലസ് സലീമൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇത്തരം ഒരു നിരീക്ഷണം പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇറാനുമായുള്ള ചർച്ചകളിൽ പോരാട്ടം അവസാനിപ്പിക്കുന്നതിനും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായിരിക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നത്. എത്രയും വേഗം തനിക്കൊരു വിജയം അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു മേഖല ട്രംപ് കണ്ടെത്തുമെന്നും അത് യുറേനിയം സമ്പുഷ്ടീകരണം നിലനിർത്താനാകുന്നതോ അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തന്നെ തുറന്നു കൊടുക്കുന്നതോ ആകാമെന്നും ഇവിടെ ഈ ഒരു നിരീക്ഷണത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു നിരീക്ഷണം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടയിലാണ്. മാത്രമല്ല, ട്രംപുമായുള്ള ചർച്ചകളിൽ പോരാട്ടം അവസാനിപ്പിക്കുന്നതിനും ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായിരിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻഗണന നൽകുന്നത് എന്നതാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘർഷത്തിൽ അതിനിടയിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുവാൻ സാധിച്ചത് ഇറാന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ വിജയമാണ് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിലവിൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയായി തന്നെ മാറുകയാണ്. അതിനാൽ തന്നെ കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ സമ്മതിച്ചിരിക്കുന്നതായി തന്നെ അമേരിക്ക ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇത്തരം വിട്ടുവീഴ്ചകൾ ഇറാൻ മറ്റേതെങ്കിലും വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ചർച്ചകളിൽ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും അത് തുറന്നു കൊടുക്കലും അത് തന്നെയാകും ലോകം ഉറ്റുനോക്കുന്ന പ്രധാന ഘടകമായി തന്നെ പറയപ്പെടുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുമെന്ന ചർച്ചകൾക്കായി തന്നെ ഇവിടെ ഇറാൻ പ്രതിനിധികൾ ഇപ്പോൾ ഇസ്ലാമാബാദിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി, സെൻട്രൽ ബാങ്ക് ഗവർണർ, സൈനിക സാമ്പത്തിക രംഗത്തെ പ്രമുഖർ എന്നിവരും ഈ സംഘത്തിൽ പങ്കുചേരുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് ഇറാൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് എത്തിയത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അമേരിക്ക പാലിച്ചാൽ മാത്രമായിരിക്കും സമാധാന ചർച്ചയുമായി തന്നെ മുന്നോട്ട് പോകുക എന്നതാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖലീഫ് ആകട്ടെ ഇറാന്റെ പ്രതിനിധി സംഘത്തെ വലിയ രീതിയിൽ നയിക്കുകയും മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങൾക്കും ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി തന്നെ അല്ലെങ്കിൽ പ്രധാന ആവശ്യമായി തന്നെ പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.